കൊച്ചിയിൽ നിന്നൊരു ദുരൂഹ മരണത്തിന്റെ വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കണം. കൊച്ചിയിൽ റിട്ടയർഡ് അധ്യാപകയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടപ്പള്ളി പോണേക്കര പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരിയായ വനജയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിലെ കിടക്കയിലാണ് രക്തം വാർന്ന് മരിച്ച നിലയിൽ വനജയെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് ഈ അധ്യാപികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ഇന്നലെ രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ കാണുന്ന വീട്ടിൽ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ സപ്തസ്വര എന്ന വീട്ടിൽ, ഇത് ഇടപ്പള്ളി പോണേക്കര പ്രതീക്ഷാ നഗർ റെസിഡൻസ് അസോസിയേഷൻ, ആ റെസിഡൻസ് അസോസിയേഷനുള്ള ഒരു വീടാണ്, അതിലുൾപ്പെട്ട ഒരു വീടാണ്. സപ്തസ്വര എന്നാണ് വീടിൻ്റെ പേര്. ഈ വീട്ടിൽ താമസക്കാരിയായിരുന്ന 70 വയസ്സുള്ള വനജ എന്ന് പറയുന്ന വൃദ്ധയെയാണ് ഇന്നലെ രാത്രി മരിച്ച നിലയിൽ ഈ വീടിനകത്ത് കണ്ടെത്തിയത്. ഇവർ വിരമിച്ച അധ്യാപികയാണ്, സംഗീത അധ്യാപികയായിരുന്നു. ഈ വീട്ടിൽ ഇവർക്കൊപ്പം ഇവരുടെ സഹോദരിയുടെ, ഇവരുടെ അനിയത്തിയുടെ മകളും ഭർത്താവുമാണ് ഒപ്പം താമസിച്ചിരുന്നത്. കാരണം ഇവർക്ക് പ്രായാധിക്യമുണ്ട്, അവശതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മക്കളില്ല. ഭർത്താവ് നേരത്തെ മരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇവർക്കൊരു കൂട്ട് എന്നുള്ള നിലയിൽ ഇവരുടെ അനിയത്തിയുടെ മകളും ഭർത്താവുമാണ് ഒപ്പം താമസിച്ചിരുന്നത്. അങ്ങനെ ഇവർ പകൽ സമയത്ത് ഈ അനിയത്തിയുടെ മകളും ഭർത്താവും ജോലിക്ക് പോകും. അങ്ങനെ പതിവ് പോലെ ഇന്നലെയും ജോലിക്ക് പോയി വൈകിട്ട് രാത്രി ഈ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ്, ഈ വീടിൻ്റെ വാതിൽ തുറന്നകത്ത് കയറിയപ്പോഴാണ് ഈ വീട്ടിൽ രക്തം തളം കെട്ടി കിടക്കുന്ന നിലയിൽ കാണുകയും തൊട്ടടുത്ത മൃതദേഹവും കണ്ടെത്തിയത്. ദേഹമാസകലം മുറിവ് ഉണ്ടായിരുന്ന നിലയിലാണ് കാണപ്പെട്ടത്. ഒപ്പം രക്തവും ഒലിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇവർ ആകെ ഭയപ്പെട്ടു പോയി. പിന്നീട് എളമക്കര പോലീസിലെത്തി വിവരം ധരിപ്പിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കത്തിയും ഇവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ഒരു പക്ഷേ കൊലപാതകമായിരിക്കാം എന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാശ്രമം നടത്തിയതാണോ എന്നുള്ള സംശയവുമുണ്ട്. കാരണം കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലാണ് കാണപ്പെട്ടത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഇവർ നേരത്തെ ചെയ്തതായിട്ട് എന്തെങ്കിലും ചരിത്രമുണ്ടോ? ഇപ്പോൾ ആത്മഹത്യ എന്ന് സംശയം പ്രകടിപ്പിക്കാൻ കാരണം നേരത്തെ അത്തരത്തിൽ എന്തെങ്കിലും ഇവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ പോലീസിന്? ഇല്ല, അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും മുൻപുണ്ടായിട്ട് അറിവില്ല. കാരണം കൈഞ്ഞരമ്പ് മുറിച്ചതുകൊണ്ടാണ് അത്തരത്തിലൊരു സംശയം വന്നത്. കൈഞ്ഞരമ്പ് മുറിഞ്ഞ് കണ്ടതുകൊണ്ട്. ഈ തൊട്ടടുത്ത് തന്നെ ഉള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇന്നലെ രാത്രി സമയത്ത് എവിടെ ഉണ്ടായിരുന്നു? എപ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവം? ഒരു 8:45 ആയിട്ടുണ്ടാവും വൈകിട്ട്. ഈ വീട്ടിലെ ടീച്ചർ ഒറ്റയ്ക്കാണോ താമസിച്ചിരുന്നത്? ടീച്ചർ ഒറ്റയ്ക്കാണ്. കുറച്ചാളായിട്ട് ടീച്ചർക്ക് ഒരു സ്ട്രോക്കൊക്കെ വന്ന് കുറേ നാൾ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അതിനുശേഷം അനിയത്തിൻ്റെ മോളും ഹസ്ബൻഡും കൂടെ ഉണ്ട്. അവർ രാവിലെ ജോലിക്ക് പോകും, രാത്രി വരും. പിന്നെ അവർ ഇന്നലെ രാത്രി ജോലിക്ക് പോയി വന്ന് ഒരു 8:45 വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. വാതിൽ പൂട്ടാറില്ല സാധാരണ? കുട്ടികൾ പറയുന്നത് വാതിൽ ചാരി ഇടാറുള്ളൂ എന്ന് പറയുന്നു. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ടല്ലേ? അതെ, അവർ പുറത്തേക്കൊന്നും പോകാറില്ല. കുറേ നാളായിട്ട് പുറത്തേക്കൊന്നും പോകാറില്ല. പോലീസ് വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ മേലെ മുഴുവൻ മുറിവ് ഉണ്ട്, ഒരു കത്തി അടുത്ത് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഇങ്ങനെ ആത്മഹത്യാ ശ്രമമാണോ അതോ ആത്മഹത്യ ചെയ്താണോ അതോ അങ്ങനെ കൊലപാതകമാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം പറയുന്നുണ്ട്. എന്തെങ്കിലും ഇതിന് മുൻപ് അങ്ങനെ എന്തെങ്കിലും ശ്രമം നടന്നതായിട്ടുള്ളൊക്കെ സംശയമുണ്ട്? ഇല്ല, അങ്ങനത്തെ ഒന്നും ഇതുവരെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ കഴിയുന്ന ഒരു കുടുംബം. സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ തന്നെ ഹസ്ബൻഡ് ഡൈവേഴ്സായി, ഹസ്ബൻഡ് മരിച്ചുപോയി. പിന്നെ അവർ ഒറ്റയ്ക്കായിരുന്നു കുറേ കാലം. ഈ അസുഖത്തിന് ശേഷമാണ് അനിയത്തിൻ്റെ മകളും ഹസ്ബൻഡും കൂടെ വൈകിട്ട് വന്ന് കിടക്കൽ തുടങ്ങിയത്. മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നോ? അവർക്ക് സ്ട്രോക്കായിട്ട് കുറേ നാൾ പാരലൈസ് പോലെ കിടന്നായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ആളായിട്ടുള്ളൂ എഴുന്നേറ്റ് നടക്കലൊക്കെ തുടങ്ങിയിട്ട്. മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അനിയത്തിയുടെ മകളും ഭർത്താവും ഒപ്പം താമസിച്ചത്? അതെ, മക്കളൊന്നും ഇല്ലാത്തതിൻ്റെ പോലെയാണ് അവർ കൂടെ വന്ന് കിടക്കൽ തുടങ്ങിയത്. അപ്പോൾ ഈ പകൽ സമയത്ത് ഇവിടെ ശബ്ദമൊന്നും അങ്ങനെയൊന്നും കേട്ടൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനെ സംഭവങ്ങളൊന്നും കേട്ടില്ല. രാത്രി വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോഴാണ് പോലീസിനെ വിളിച്ചത്. അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പോലീസ് വന്നു. പോലീസ് അപ്പം തന്നെ വന്നായിരുന്നു. അല്ല, വന്നു. താമസിക്കുന്നവർക്കൊന്നും അങ്ങനെ ഒരു തരത്തിലുള്ള അല്ലേ ദുരൂഹ സംഭവം ഒന്നും തോന്നുന്നില്ല. പിന്നെ എല്ലാവരും സംശയം ഫുള്ള് ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടി തോന്നി. പിന്നെ ആ നായ എപ്പോഴും ഓരോ കൂടെ ഉണ്ടാവുമായിരുന്നു. ഒരു നായയാണ് പൊമറേനി. അത് ഇന്നലെ പുറത്ത് നടക്കണതൊക്കെ കണ്ടായിരുന്നു. അതിന് പുറത്തൊരിക്കലും നടക്കാറില്ല. അതൊക്കെ ആൾക്കാർക്കൊരു സംശയം പോലെ തോന്നണത്. പറയാൻ പറ്റില്ല. പോലീസ് ഇപ്പോൾ രാവിലെ വരുമായിരിക്കുമല്ലോ ഇൻക്വസ്റ്റ് വരുമായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോലീസുകാരുണ്ട്, വീടിനുള്ളിൽ. ചേട്ടാ, അപ്പോൾ മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി പോലീസ് ഇൻക്വസ്റ്റ് അടക്കം ഇന്നലെ രാത്രി വൈകി നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടമൊക്കെ ഇന്നാണ് നടക്കേണ്ടത്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരകത്തുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനിയും ഒരുപക്ഷെ മേലുദ്യോഗസ്ഥർ SHO അടക്കമുള്ളവർ CI അടക്കമുള്ളവർ വന്ന ശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടത്തുക. അതിനുശേഷം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. പിന്നീട് പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. ഈ പോസ്റ്റ്മോർട്ടത്തിൽ അവരുടെ കൂടെ താമസിക്കുന്ന അനിയത്തിയുടെ മകളും ഭർത്താവും ഉണ്ടല്ലോ, അവരെന്താണ് ഉമേഷ് അതിനെക്കുറിച്ച് പറഞ്ഞത്? അവർ പറഞ്ഞത് എന്താണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടോ?
ഇല്ല, അവരെന്താണ് പറഞ്ഞതെന്ന് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലിരിക്കുകയാണ്. നിലവിൽ അവർ ഈ മൃതദേഹം ഇന്നലെ രാത്രി ഇങ്ങനെ മരിച്ചത് കണ്ടതിൻ്റെ ഒരു ഷോക്കിലാണ് അവർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവരും സ്തംഭിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അവർക്കും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ഈ അയൽവാസികളൊക്കെ പറഞ്ഞതനുസരിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ കുറേ വർഷങ്ങളായി ഒറ്റയ്ക്ക്, അതായത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ ചെയ്തതാണോ ആ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത, അല്ലെങ്കിൽ അതൊന്നും ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ കഴിയില്ല. തൊട്ടടുത്തൊരു കത്തി ഉണ്ടായിരുന്നു. അത് സ്വയം ഉപയോഗിച്ചതാണോ, അതാ എന്തെങ്കിലും തരത്തിലുള്ള കൊലപാതകമാണോ എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ അറിയില്ല. അത് പോലീസ് അന്വേഷണത്തിലിരിക്കുകയാണ്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.